കുട്ടികളെ നോക്കി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ പരസ്പരം നിങ്ങൾ വഴക്കടിക്കാറുണ്ടോ? അവർ ചിരിച്ചിട്ട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങളങ്ങനെ വഴക്കടിക്കരുത്. എൻ്റെ കയ്യിൽ ഒരു പഴയ മൊബൈലുണ്ടായിരുന്നു. അതിൽ 2 സിം ഇടാൻ വേണ്ടി പറ്റും. ഞാനതിൽ ജിയോ സിമ്മും വോഡാഫോൺ സിമ്മുമാണ് ഇട്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ജിയോ സിമ്മ് വോഡാഫോൺ സിമ്മിനോട് പറഞ്ഞു, എന്നെ ആണ് ഏറ്റവും കൂടുതൽ ഈ ഫാദർ കോൾ ചെയ്യുവാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. വോഡാഫോണായ നിന്നെ ഒരു സൈഡിലിങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പരസ്പരം അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവർ തമ്മിലുള്ള വാക്കുതർക്കം ഏറെ നീണ്ടുപോയപ്പോൾ എനിക്ക് വരുന്ന കോളുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതിൽ നേരിടുന്നു. ഇവരുടെ ഈ വഴക്കിനിടയിലേക്ക് എൻ്റെ മൊബൈലിനുള്ളിലെ കറുത്ത കളറുള്ള ബാറ്ററി വന്നു ചേരുകയാണ്. ഉടനെ ജിയോ സിം പറഞ്ഞു, നീ ഇതിലിടപെടണ്ട, നീ കറുത്തവനാ, നീ മാറി നിൽക്കാൻ പറഞ്ഞു. ബാറ്ററി കുറച്ചും കൂടെ ദേഷ്യത്തോടെയും ശൗര്യത്തോടെയും പറഞ്ഞു, ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്നെ മാറ്റി നിർത്തും. പക്ഷേ ഞാനൊന്ന് എംറ്റി ആയിപ്പോയാൽ, തീർന്നു പോയാൽ പിന്നെ ഈ തർക്കിക്കുന്ന നിങ്ങളും ഇതിനകത്തില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കോളുകളൊന്നും കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനതൊരു ഷോപ്പിൽ കൊണ്ടു ചെന്ന് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടെ ഒന്ന് ചാർജ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ബാറ്ററി ഡ്രെയിനായി പോകുന്നതായിരിക്കും. അങ്ങനെ ഞാനിതിനെ റൂമിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടു. മൊബൈൽ ചാർജ് കയറി ഒരു 10% ഒക്കെ കഴിഞ്ഞപ്പോൾ ചാർജർ പറഞ്ഞു, നിങ്ങളീ കിടന്ന് തർക്കിക്കുന്നു, പക്ഷേ ഞാനില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഉടനെ അവർ ആശ്ചര്യത്തിൽ അവനോട് ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെല്ലാം കിടന്ന് തർക്കിച്ച് ഈ ബാറ്ററി ഡ്രെയിൻ ഔട്ടായി പോകുമ്പോൾ നിങ്ങൾ യൂസ്ലെസ്സായി മാറിപ്പോകുന്നു, ഉപയോഗമില്ലാത്തതായി മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞാനും കൂടി ഇതിൽ ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാവരും വളരെയധികം തർക്കത്തിലായി കഴിഞ്ഞു. ചാർജറിന് ദേഷ്യം കൂടി, ചൂട് കൂടി, ബാറ്ററിക്ക് ചൂട് കൂടി, പെട്ടെന്ന് മൊബൈൽ പൊട്ടിത്തെറിച്ചു. പകുതി കരിഞ്ഞ ശരീരവുമായി 2 സിമ്മും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, നമ്മളൊന്ന് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പോഴീ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഈ കുഞ്ഞു കഥയിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത്? അവർ മറുപടിയായി പറഞ്ഞു, ഏവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത. അവിടെ കറുപ്പെന്നോ വെളുപ്പെന്നോ ഇല്ല, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. തമ്മിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവസം. ആ ഒരു നന്മ നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ.